I welcome you to my social science class. Today we are starting the second unit, Medieval India, Society, Resource and Trade. മധ്യകാല ഇന്ത്യ, സമൂഹം, വിഭവം, വിനിമയം. This unit opens with an extract from Baburnama, the memoir of the Mughal Emperor Babur. ബാബറിൻ്റെ ഓർമ്മക്കുറിപ്പായ ബാബർ നാമയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ചെറിയ ഭാഗം നമ്മുടെ പുസ്തകത്തിൽ തന്നിട്ടുണ്ട്. ആ ഭാഗത്തോടു കൂടിയാണ് നമ്മൾ ഈ യൂണിറ്റ് ആരംഭിക്കുന്നത്. ബാബർ സ്പീക്സ് അബൌട്ട് ദ ഡൈവേഴ്സിറ്റി ആൻഡ് റിസോഴ്സസ് ഓഫ് ഇന്ത്യ. മധ്യകാലഘട്ടത്തിലെ ഇന്ത്യയുടെ വൈവിധ്യങ്ങളെക്കുറിച്ചും വിഭവങ്ങളെക്കുറിച്ചുമാണ് ബാബർ ഇതിൽ വിശദീകരിക്കുന്നത്. അപ്പോൾ ഈ വൈവിധ്യങ്ങളും വിഭവ സമൃദ്ധിയുമാണ് സഞ്ചാരികളെ മധ്യകാല ഇന്ത്യയിലേക്ക് ആകർഷിച്ചത്. This diversity and prosperity was attracted the foreign travelers to India during the medieval period. മധ്യകാലഘട്ടത്തിൽ സഞ്ചാരികളെ ഇന്ത്യയിലേക്ക് ആകർഷിച്ചത് ഈ ഡൈവേഴ്സിറ്റി ആൻഡ് ദ പ്രോസ്പെരിറ്റി ഓഫ് ഇന്ത്യ. അപ്പോൾ മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിലെത്തിയ ഒരു ട്രാവലറാണ് നമുക്കിവിടെ തന്നിരിക്കുന്ന. അദ്ദേഹത്തിൻ്റെ പേരാണ് അൽബറൂണി. He was from Central Asia. മധ്യേഷ്യയിൽ നിന്നാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തിയിരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ട്രാവലോഗിൻ്റെ ഒരു ചെറിയ പാർട്ട് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ട്രാവലോഗ് മീൻസ് സഞ്ചാരക്കുറിപ്പിൻ്റെ ഒരു ചെറിയ ഭാഗം നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ഞാനൊന്ന് വായിക്കാം, നിങ്ങൾ ശ്രദ്ധിക്കുക. For farming cereals and grazing cattle, land revenue and grazing tax were to be paid to the rulers. ആ കാലഘട്ടത്തിൽ കന്നുകാലികളെ മേയ്ക്കുന്നതിനും അതുപോലെ തന്നെ ഭൂമി ലാൻഡ് റവന്യൂ അതായത് കന്നുകാലികളെ മേയ്ക്കുന്നതിന് ഗ്രേസിംഗ് ടാക്സ് ആണ് കൊടുത്തിരുന്നത്. ഗ്രേസിംഗ് ടാക്സ് മറ്റത് ലാൻഡ് റവന്യൂ, ഭൂനികുതിക്ക് പറയുന്ന പേര് ലാൻഡ് റവന്യൂ. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഗ്രേസിംഗ് ടാക്സും ലാൻഡ് റവന്യൂവും ആൾക്കാരിൽ നിന്നും ഈടാക്കിയിരുന്നു. സിമിലർലി ടാക്സ് വാസ് ടു ബി പെയ്ഡ് ഓൺ ഇൻകം ഫ്രം ട്രേഡ്. കച്ചവടത്തിൽ നിന്നുള്ള വരുമാനത്തിനും ടാക്സ് നൽകിയിരുന്നു. 1/6 ഓഫ് ദ ഇൻകം വാസ് ടു ബി സ്പെൻഡ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദി കൺട്രി. വരുമാനത്തിൻ്റെ 1/6 രാജ്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു, നാടിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ആ ട്രാവലോഗ്, അൽബറൂണിയുടെ ട്രാവലോഗിൽ കൊടുത്തിരിക്കുന്നത്. ഡ്യൂറിംഗ് ദിസ് പീരീഡ് വാട്ട് വെയർ ദ ഫാക്ടേഴ്സ് ദാറ്റ് പ്രൊമോട്ടഡ് ദ പ്രോഗ്രസ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് അഗ്രികൾച്ചർ. ഈ കാലഘട്ടത്തിൽ കാർഷിക പുരോഗതിക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ എന്തെല്ലാം ഘടകങ്ങൾ ആണ് കാർഷിക പുരോഗതിയെ സഹായിച്ചത് എന്നുള്ളതാണ് നമുക്ക് കണ്ടെത്തേണ്ടതായിട്ടുള്ളത് ഈ ഭാഗത്തു നിന്ന്. ഈ കാലഘട്ടം എന്ന് പറയുന്നത് മധ്യകാലഘട്ടം, സുൽത്താനേറ്റ് റൂൾസും മുഗൾ റൂള്, ഈ രണ്ട് ഭരണ ഡൈനാസ്റ്റീസ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിനാണ് നമ്മൾ ഈ മധ്യകാലഘട്ടം ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ മധ്യകാലഘട്ടത്തിൻ്റെ പുരോഗതിക്ക് സഹായകമായ ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുള്ളത്. ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പുരോഗതി പ്രാപിച്ചിരുന്നത് അഗ്രികൾച്ചറാണ്. അഗ്രികൾച്ചർ മീൻസ് കൃഷി. അന്ന് എന്തൊക്കെ സാധനങ്ങളാണ് കൃഷി ചെയ്തത്? അന്ന് കോട്ടൺ എന്ന് വെച്ചാൽ പരുത്തി, പിന്നെ സെറിയൽസ് ധാന്യങ്ങൾ, പൾസസ് പയറുവർഗ്ഗങ്ങൾ, ഇൻഡിഗോ എന്ന് വെച്ചാൽ നീലം, കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന സാധനമാണ് ഇൻഡിഗോ, ഒരു പ്ലാന്റ് ആണ് ഇൻഡിഗോ. പിന്നെ ഷുഗർ കെയിൻ, കരിമ്പ്, പിന്നെ ഇത്രയും സാധനങ്ങളാണ് ആ കാലഘട്ടത്തിൽ, മധ്യകാലഘട്ടത്തിൽ ഇവിടെ കൃഷി ചെയ്തിരുന്നത്. പിന്നെ അപ്പോൾ ഇനി നമുക്ക് ആ ഫാക്ടേഴ്സ്, ഈ കാർഷിക പുരോഗതിക്ക് അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ പ്രോഗ്രസ്സിന് വേണ്ടി എന്തെല്ലാം ഫാക്ടേഴ്സാണ്, ഘടകങ്ങളാണ് സഹായിച്ചതെന്ന് നമുക്ക് നോക്കാം. ഡ്യൂറിങ് ദിസ് പീരീഡ് ദർ വാസ് പ്ലെന്റി ഓഫ് കൾട്ടിവബിൾ ലാൻഡ് ദാറ്റ് വാസ് കെപ്റ്റ് അൺകൾട്ടിവേറ്റഡ്. ഒരുപാട് കൾട്ടിവബിൾ ലാൻഡ് ഉണ്ടായിരുന്നു. കൾട്ടിവബിൾ എന്ന് വെച്ചാൽ എന്താ? കൃഷിക്ക് അനുയോജ്യമായ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. ഇറ്റ് കെപ്റ്റ് അസ് അൺകൾട്ടിവേറ്റഡ്. ഒരുപാട് സ്ഥലങ്ങൾ കൃഷി ചെയ്യാൻ ഉതകുന്ന അല്ലെങ്കിൽ കൃഷിക്ക് അനുയോജ്യമായ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അവ
അൺകൾട്ടിവേറ്റഡ് ആയിട്ട് കൃഷി ചെയ്യാതെ തരിശു ഭൂമി, ബാരൻ ലാൻഡ് എന്ന് പറയും, തരിശു ഭൂമിയായിട്ട് ഇട്ടിരുന്നു. ദോസ് ഹു ഫസ്റ്റ് കൾട്ടിവേറ്റഡ് ഇൻ സച്ച് ലാൻഡ് വെയർ ഗ്രാൻറ്റഡ് ഇറ്റ്സ് ഓണർഷിപ്പ് റൈറ്റ്. ആദ്യമായിട്ട് അവിടെ കൃഷിക്ക് ആരാണോ മുന്നോട്ട് വന്നത്, കൃഷിക്ക് തയ്യാറായി വന്നവർക്ക് ആ ലാൻഡിന്റെ ഉടമസ്ഥാവകാശം കൊടുത്തു. അപ്പോൾ അത് കാർഷിക പുരോഗതിക്ക് വളരെയേറെ സഹായിച്ചു. Thus the hard-working farmers tried to win the ownership of such lands in this way. അങ്ങനെ കഠിനാധ്വാനികളായ കർഷകർ ഭൂമിയുടെ ഉടമസ്ഥാവകാശം നേടിയെടുത്തു. പിന്നീട് രണ്ടാമത്തെ ഫാക്ടർ എന്ന് വെച്ചാൽ അറേഞ്ച്ഡ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്, ജലസേചന സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു. സപ്ലൈഡ് സീഡ്സ്, വിത്തുകൾ വിതരണം ചെയ്തു. ഗ്രാൻറ്റഡ് ടാക്സ് റിലാക്സേഷൻ, നികുതി ഇളവുകൾ നൽകി. ദീസ് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് പ്രൊമോട്ടഡ് ദ പ്രോഗ്രസ് ഓഫ് അഗ്രികൾച്ചർ ഡ്യൂറിംഗ് ദ സുൽത്താനേറ്റ് ആൻഡ് ദ മുഗൾ പീരീഡ്. ഇത്രയും ഘടകങ്ങളാണ് സൽത്തനത്ത് കാലഘട്ടത്തിലും മുഗൾ കാലഘട്ടത്തിലും കാർഷിക പുരോഗതിക്ക് സഹായകമായത്. Let us discuss it again. During this period there was plenty of cultivable land that kept uncultivated. Those who first cultivated the land, such land were granted the ownership right. Then second point, arranged irrigation facilities. Arranged irrigation facilities. Third point, supplied seeds. അതായത് വിത്തുകൾ വിതരണം ചെയ്തു. നാലാമത്തെ പോയിന്റ്, ടാക്സ് റിലാക്സേഷൻ, ഗ്രാൻറ്റഡ് ടാക്സ് റിലാക്സേഷൻ. Our question is, what are the factors that promoted the progress of agriculture during the Sultanate and Mughal period? അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്കൊന്നുകൂടി പറയാം. During this period there was plenty of cultivable land kept as uncultivated. Those who first cultivated the land were given the ownership. അതായത് ഈ കാലഘട്ടത്തിൽ കൃഷിക്ക് അനുയോജ്യമായതും എന്നാൽ കൃഷി ഇറക്കാത്തതുമായ ഭൂമി ഉണ്ടായിരുന്നു. ഇത്തരം ഭൂമിയിൽ ആദ്യമായി കൃഷി ചെയ്യുന്നവർക്ക് അതിൻ്റെ ഉടമസ്ഥാവകാശം ലഭിച്ചിരുന്നു. ഒരുപാട് ആൾക്കാരെ ഈ മേഖലയിലേക്ക് അട്രാക്ട് ചെയ്യാൻ സാധിച്ചു. ദെൻ അറേഞ്ച്ഡ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്, ജലസേചന സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു. സപ്ലൈഡ് സീഡ്സ്, വിത്തുകൾ വിതരണം ചെയ്തു. ആൻഡ് ഗ്രാൻറ്റഡ് ടാക്സ് റിലാക്സേഷൻ, നികുതി ഇളവുകൾ നൽകി. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മധ്യകാലഘട്ടത്തിൽ ആൾക്കാരെ കൃഷിയിലേക്ക് ആകർഷിക്കുവാൻ അല്ലെങ്കിൽ കാർഷിക പുരോഗതി ഉണ്ടാക്കുവാനായിട്ട് സഹായിച്ചത്. അപ്പം ഡ്യൂറിങ് ദാറ്റ് പീരീഡ് there were lot of cultivable land kept as uncultivated. Those who first cultivated in such land were granted the land ownership. Then arranged irrigation facility, supplied seeds, ഗ്രാൻറ്റഡ് ടാക്സ് റിലാക്സേഷൻ. ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഭൂമിയിൽ ആദ്യമായി കൃഷി ചെയ്യുന്നവർക്ക് അതിൻ്റെ ഉടമസ്ഥാവകാശം നൽകി. രണ്ടാമത്തെ പോയിന്റ്, ജലസേചന സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു. മൂന്നാമത്തത് വിത്തുകൾ വിതരണം ചെയ്തു. നാലാമത്തത് നികുതി ഇളവുകൾ കൊടുത്തു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് മധ്യകാലഘട്ടത്തിൽ, അതായത് സൽത്തനത്ത് കാലത്തും മുഗൾ ഭരണകാലത്തും കാർഷിക പുരോഗതിക്ക് സഹായിച്ച കാര്യങ്ങൾ. ഇനി നമുക്ക് ഇതിനകത്ത് നോക്കാനുള്ള ഒരു പോയിന്റ്, ഡ്യൂറിംഗ് ദ മിഡീവൽ പീരീഡ് ദ ഓഫീസേഴ്സ് വെയർ ഗിവൺ ലാൻഡ് ആസ് വേജസ്. മധ്യകാലഘട്ടത്തിൽ ഓഫീസേഴ്സിന് കൂലിയായിട്ട് അവർക്ക് ശമ്പളത്തിന് പകരം കൊടുത്തിരുന്നത് ഭൂമിയാണ്. ഡ്യൂറിംഗ് ദിസ് പീരീഡ് ഡ്യൂറിംഗ് ദ മിഡീവൽ പീരീഡ് ദ ഓഫീസേഴ്സ് വെയർ ഗിവൺ ലാൻഡ് ആസ് വേജസ്. അവരുടെ വേജസ് കൂലിയായിട്ട് എന്താ കൊടുത്തത്? ലാൻഡാണ്, ഭൂമിയാണ് കൊടുത്തിരുന്നത്. ഡ്യൂറിംഗ് ദ സൽത്തനത്ത് പീരീഡ് ഇറ്റ് വാസ് നോൺ ആസ് ഇക്ത. EQTA. സൽത്തനത്ത് കാലഘട്ടത്തിൽ ഇത് ഇക്ത എന്ന പേരിൽ അറിയപ്പെട്ടു. അതുപോലെ മുഗൾ പീരീഡിൽ ഇത് ജാഗിർദാരി എന്ന പേരിലും അറിയപ്പെട്ടു. ഡ്യൂറിംഗ് ദ മിഡീവൽ പീരീഡ് ദ ഓഫീസേഴ്സ് വെയർ ഗിവൺ ലാൻഡ് ആസ് വേജസ്. സുൽത്താനേറ്റ് പീരീഡ് ഇറ്റ് ഇസ് നോൺ ആസ് ഇക്ത ആൻഡ് മുഗൾ പീരീഡ് ഇറ്റ് ഇസ് നോൺ ആസ് ജാഗിർദാരി. മധ്യകാലഘട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് വേതനമായി ഭൂമി പതിച്ചു കൊടുത്തു. സൽത്തനത്ത് കാലഘട്ടത്തിൽ ഇത് ഇക്ത എന്ന പേരിലും മുഗൾ ഭരണകാലത്തിൽ ജാഗിർദാരി എന്ന പേരിലും അറിയപ്പെട്ടു. ഇത് ഒരു മാർക്കിന് ഒരു സ്കോറിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും പാർട്ടായിട്ട്. അപ്പം ഒരു ആക്ടിവിറ്റിയിൽ 2 or 3 പാർട്ടുകൾ ചേരും. അതിൽ
ഒരു സ്കോറിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം ഒരു മാർക്കിൽ ചോദിക്കും. അപ്പോൾ സൽത്തനത്ത് കാലത്ത് അറിയപ്പെട്ടിരുന്നത് ഇക്ത എന്നും മുഗൾ കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്നത് ജാഗിർദാരി എന്നുമാണ്. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഇക്ത ആൻഡ് ജാഗിർദാരി. ഇൻ ദ medieval period the officers were given land as wages. Sultanate period it was known as Ikta, and the Mughal period it was known as Jagirdari. Okay, you understand? Yes, we can discuss it again. The unit opens with an extract from Akbarnama, the memoir of Akbar, the Mughal emperor. In this memoir, he described about the diversity and the prosperity of India. These diversity and the prosperity attracted the travelers from foreign countries. മധ്യകാലഘട്ടത്തിലെ ഡൈവേഴ്സിറ്റി, അതായത് പ്രകൃതി വിഭവങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഇവിടുത്തെ വൈവിധ്യങ്ങളെക്കുറിച്ചുമാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. അക്ബർനാമ എന്ന പുസ്തകത്തിൻ്റെ ഒരു ചെറിയ ഭാഗം നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന ഇതാണ്. അങ്ങനെ ഒരുപാട് വിദേശ സഞ്ചാരികളെ ഇന്ത്യയിലേക്ക് ആകർഷിച്ചു. പിന്നെ അടുത്ത് നമ്മൾ പഠിച്ചത് അഗ്രികൾച്ചർ ആൻഡ് ആർട്ടിസൻഷിപ്പ്, കൃഷിയും കൈത്തൊഴിലുമാണ്. അപ്പം അതിനകത്തൊരു ട്രാവലർ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് അൽബറൂണി. അൽബറൂണി എന്ന് പറഞ്ഞൊരു ട്രാവലർ, അദ്ദേഹത്തിൻ്റെ ഒരു ട്രാവലോഗിൻ്റെ ഒരു പാർട്ട് ഇതിനകത്ത് തന്നിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അന്നത്തെ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ടാക്സ് സിസ്റ്റം, രണ്ടു തരം ടാക്സ് ആൾക്കാർ കൊടുക്കേണ്ടിയിരുന്നു. ഒന്ന് ഗ്രേസിംഗ് ടാക്സും ഒന്ന് ലാൻഡ് റവന്യൂവും. പിന്നെ അതുപോലെ തന്നെ അവരുടെ ട്രേഡിൻ്റെ ഇന്നുള്ള ഇൻകത്തിൻ്റെ ഒരു അംശം അവർ ടാക്സ് ആയിട്ട് കൊടുക്കണമായിരുന്നു. പിന്നെ അതുകൂടാതെ അവരുടെ വരുമാനത്തിൻ്റെ 1/6, ആകെ വരുമാനത്തിൻ്റെ 1/6 ഭാഗം രാജ്യത്തിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി, നാടിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയും കൊടുക്കണമായിരുന്നു. അതിനുശേഷം നമ്മളൊരു ക്വസ്റ്റ്യൻ്റെ ആൻസർ പഠിച്ചു ഇവിടെ. വാട്ട് വെർ ദ ഫാക്ടേഴ്സ് ദാറ്റ് പ്രൊമോട്ടഡ് ദ പ്രോഗ്രസ് ഓഫ് അഗ്രികൾച്ചർ ഡ്യൂറിംഗ് ദ സുൽത്താനേറ്റ് ആൻഡ് ദ മുഗൾ പീരീഡ്? ഡിസ്കസ്. സൽത്തനത്ത് മുഗൾ ഭരണകാലഘട്ടങ്ങളിൽ കാർഷിക പുരോഗതിയെ സഹായിച്ച ഘടകങ്ങൾ എന്തെല്ലാം ചർച്ച ചെയ്യും? പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ, in this medieval period there was plenty of cultivable land in India that was kept uncultivated. Those who first cultivated in such land were granted its ownership right. Second point, arranged irrigation facilities. Third point, supplied seeds. Last, granted tax relaxation. അപ്പം മലയാളത്തിൽ ഒന്നുകൂടി പറഞ്ഞു തരാം. കൃഷിക്ക് അനുയോജ്യമായത് എന്നാൽ കൃഷി ഇറക്കാത്തതുമായ ഭൂമി അക്കാലത്ത് ഇന്ത്യയിൽ ധാരാളം ഉണ്ടായിരുന്നു. ഇത്തരം ഭൂമിയിൽ ആദ്യമായി കൃഷി ചെയ്യുന്നവർക്ക് അതിൻ്റെ ഉടമസ്ഥാവകാശം ലഭിച്ചിരുന്നു. ഇത് ആളുകൾ ഒരുപാട് പേരെ ആകർഷിക്കാൻ, അതായത് കഠിനാധ്വാനികളായ കർഷകരെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കുവാൻ സഹായിച്ചു. രണ്ടാമത്തത്, ജലസേചന സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു. മൂന്നാമത്തത്, വിത്തുകൾ വിതരണം ചെയ്തു. പിന്നെ നാലാമത്തത്, നികുതി ഇളവുകൾ നൽകി. പിന്നെ നമ്മുടെ 2 വേർഡ്സ് ഇവിടെ പഠിച്ചു, ഇക്ത ആൻഡ് ജാഗിർദാരി. ഇൻ ദ medieval period the officers were given land as wages. During the Sultanate period it was known as Ikta, and during the Mughal period it was known as Jagirdari. മധ്യകാലഘട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് വേതനമായി ഭൂമി പതിച്ചു കൊടുത്തു. ഈ സമ്പ്രദായം സൽത്തനത്ത് കാലഘട്ടത്തിൽ ഇക്ത എന്നും മുഗൾ ഭരണകാലത്തിൽ ജാഗിർദാരി എന്ന പേരിലും അറിയപ്പെട്ടു. അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റുന്ന 1-2 ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് വെർ ദ ഫാക്ടേഴ്സ് ദാറ്റ് പ്രൊമോട്ടഡ് ദ പ്രോഗ്രസ് ഓഫ് അഗ്രികൾച്ചർ ഡ്യൂറിംഗ് ദ സുൽത്താനേറ്റ് ആൻഡ് ദ മുഗൾ പീരീഡ്? ഡിസ്കസ്. പിന്നെ റൈറ്റ് അബൌട്ട് ഇക്ത ആൻഡ് ജാഗിർദാരി, അത് ഒരു സ്കോറിന് ചോദിക്കുന്നു. ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഞാൻ ഈ വീഡിയോയുടെ അവസാന ഭാഗം കൊടുക്കുന്നു. ഓക്കെ.